കിട്ടി. പിണറായി വിജയന്റെ തന്നെ ഭാഷ കടമെടുത്താൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് കോൺഗ്രസിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ മാധ്യമങ്ങളുടെ പൊതുവിടങ്ങൾ ആർക്ക് അനുകൂലമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? അതും CPM-ന് അനുകൂലമായിരുന്നു. 3, ഇവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പിടിച്ചുവെച്ച പെൻഷൻ കൊടുത്തുകൊണ്ട് ഫ്രീ ബീസ് അഴിച്ചുവിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആവനാഴിയിലുള്ള പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാസ്റ്ററിന്റെയും ആവനാഴിയിലുള്ള ബ്രഹ്മാസ്ത്രങ്ങളെല്ലാം എടുത്തു പ്രയോഗിച്ചിട്ടും ജനം ഇത്രയും വലിയൊരു തിരിച്ചടി ഇവർക്ക് കൊടുത്തെങ്കിൽ അജിംസ് അങ്ങ് എഴുതി വെച്ചോളൂ, 100-ൽ പരം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരും. കാര്യം 67-ൽ ഞങ്ങൾ തോറ്റുപോകുന്നു. 68-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായപ്പോഴാണ് പിന്നീട് ഞങ്ങൾക്ക് 100-ൽ പരം സീറ്റുകളിലേക്ക് അടുത്തു വരാൻ പറ്റുന്നത്. 2010-ൽ അങ്ങ് സൂചിപ്പിച്ചെങ്കിലും തിളക്കമാർന്ന വിജയമില്ല എന്നത് പറയുമ്പോഴും അന്ന് ഇതാ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് രണ്ടാമതും വരാൻ പോവുകയാണ് എന്നൊരു ട്രെൻഡ് അവിടെ ഉണ്ടായിരുന്നു. അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ തെരുവിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ട്രെൻഡിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു സേഫ് മെജോറിറ്റിയിലേക്ക് അന്ന് എത്തുന്നത്. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. പിണറായി വിജയനെതിരെ CPM വോട്ട് ചെയ്യാണ്. നോക്കൂ, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം കണ്ടിട്ട് പോലും CPM-ന്റെ കേഡർമാർ പോലും കൈപ്പത്തിക്കും കോണിക്കും ഓട്ടോയ്ക്കും ഒക്കെ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ സ്മരിക്കാതെ പോകാൻ പറ്റില്ല. CPM കേഡർമാർ പോലും ഇതാ ഇങ്ങനെ പോയാൽ ബംഗാളും ത്രിപുരയും കേരളത്തിൽ ആവർത്തിക്കുമെന്നും ഈ പാർട്ടിയുടെ അവസാനത്തെ ആണി നവോത്ഥാന നായകനാവാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. നവോത്ഥാന നായകനായി ശബരിമലയിൽ കുറെ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടാമെന്ന് ശ്രമിച്ചു, അത് നടന്നില്ല. ഇനിയിപ്പോ ഇന്ത്യ മഹാരാജ്യത്തു തന്നെ അല്ലെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ മുഖ്യമന്ത്രിയായി ഈ ചരിത്രത്തിൽ ഇടം പിടിക്കാമെന്നുള്ള പിണറായി വിജയന്റെ ശ്രമത്തിന് CPM കേഡർമാർ തന്നെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതിൽ സംശയമില്ല. വർഗീയ കക്ഷികളോട് സന്ധി ചെയ്യുന്നത് ഇവരാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. ജനവിരുദ്ധർ ഇവരാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം പിടിച്ചുവെച്ച പെൻഷൻ അവസാന ഘട്ടം കൊടുത്തിട്ട് ആ പെൻഷൻ ഇന്ന് MM മണി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ, ഞാൻ കടത്തി പറയുകയാണ്, അതിനപ്പുറത്ത് എന്താ പറയാ, MM മണി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ 2500 കൊടുക്കേണ്ടടുത്ത് ഇത്രയും കാലം പിടിച്ചു വെച്ചു കൊടുക്കാൻ 2000 കൊടുത്തിട്ട് അതിന്റെ പേരിൽ വോട്ട് തന്നില്ല എന്ന് പറഞ്ഞ ജനത്തിനെ നോക്കി ഇളിഫ്യരാക്കുന്ന, ജനത്തിനെ നോക്കി പുച്ഛിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടില്ലേ. അതുകൊണ്ട് ഞങ്ങൾ വളരെ സ്റ്റഡീഡ് ആണ്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഇത്ര കോർപ്പറേഷൻ, ഇത്ര ജില്ലാ പഞ്ചായത്ത്, ഇത്ര ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് വളരെ കോൺഫിഡന്റ് ആയി UDF-ന്റെ മുൻകാല നേതൃത്വത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടോ അജിംസ്? ശ്രീ KC വേണുഗോപാൽ വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു തരത്തിലും പാർട്ടി ഇടപെടരുത്, സാധാ പ്രവർത്തകർ വരട്ടെ എന്ന് തീരുമാനിച്ചു. VD സതീശൻ എല്ലാ വാർഡുകളിലടക്കം ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. കോൺഗ്രസിന്റെ മറ്റു ലീഡർഷിപ്പ് രമേശ് ചെന്നിത്തല അടക്കമുള്ള UDF ചെയർമാൻ അടക്കമുള്ളവർ വളരെ കൃത്യമായി ഈ താഴെ തട്ടി പ്രവർത്തിച്ചു. അതിന്റെ ഫലമാണ് ഞങ്ങൾ നടത്തിയ ഹോംവർക്കിന്റെ ഫലമാണ്